ഇപ്രാവശ്യത്തെ 10ാം ക്ലാസ് ധർമ്മത്തടുക്ക സ്കൂളിൽ SSLC എഴുതേണ്ട ഒരു കുട്ടി അവരുടെ അമ്മയോടും അച്ഛനോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ സത്യത്തിൽ അന്ന് കണ്ണ് നനഞ്ഞിട്ടാണ് ആ വീട്ടിൽ നിന്ന് പുറത്തു വന്നത്. ഓക്കെ, അവിടുത്തെ MLA സംസാരമാണ് നിങ്ങൾ കേട്ടത്. അതായത് ഈ ഒരു കുട്ടിയെ ഒന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഈ ഒരു ഓട്ടോ ഡ്രൈവർ 42 വയസ്സായി. അത് യുവാവാണെന്നും മധ്യവയസ്കനാണെന്നുള്ള തല്ലുപട നടക്കുന്നുണ്ട്. എന്ത് തേങ്ങാക്കൊലക്കാണ് ഈ തല്ലെന്ന് എനിക്കറിയില്ല. 40 കഴിഞ്ഞ ആളുകളെ മധ്യവയസ്കൻ എന്ന് തന്നെയാണ് പറയുക. നമ്മളൊക്കെ ആ വയസ്സിലേക്ക് കടക്കും. അപ്പൊ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒരു സങ്കടം, 50 വയസ്സിന്റെ ഉള്ളിലുള്ളവരെ അങ്ങനെ പറയാൻ പാടില്ല എന്ന്. എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 15 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അയാൾ കല്യാണം കഴിക്കാൻ അയാളുടെ കുട്ടി ഒരു മകളുടെ പ്രായമുള്ള ആളാണ്. അത് മനസ്സിലാക്കണം. ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ഈ ഓട്ടോ ഡ്രൈവർ. ഈ വീട്ടിൽ ഇപ്പോൾ ഇയാളുടെ ഒരു ആവശ്യം വരികയാണെങ്കിൽ വിളിച്ച ഓടി വരുന്ന പ്രദീപാണ്. അതുപോലെ തന്നെ അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോരുന്നതും ഒക്കെ ഈ പ്രദീപാണ്. നല്ല കട്ട കമ്പനിയാ, നല്ല ചങ്കായി നിൽക്കുന്ന ആളാ. അതായത് അച്ഛന്റെ സുഹൃത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മക്കളൊക്കെ അച്ഛന്റെ സുഹൃത്ത് ഒരു മാമനായിട്ടും വല്യച്ഛനൊക്കെ ആയിട്ട് കാണേണ്ട പ്രായമാണല്ലേ. പക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് മാറ്റിയെടുത്തതോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നതും വരുന്ന സമയത്ത് ഇയാൾ എന്തെങ്കിലും ചെയ്തതോ ആവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയും ഇയാളും തൂങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് മൊബൈൽ ഫോൺ കിടക്കുന്നുണ്ട്. ആ മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 3-4 സൈഡിൽ കുത്ത്, അതായത് എന്തോ വീണതോ അല്ലെങ്കിൽ കുത്തിയതോ അല്ലെങ്കിൽ ഒരു തല്ലോ ഒക്കെ ഉണ്ടായതുപോലെയുള്ള പാടുകളുണ്ട്. അതുകൂടാതെ തന്നെ ആ മൊബൈൽ ഫോണിന്റെ അടുത്ത് ഒരു ചോക്ലേറ്റ്, കിറ്റ്കറ്റിന്റെ ചോക്ലേറ്റിന്റെ ഒരു പെട്ടി ഇരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി സ്വന്തം സഹോദരിയുടെ അടുത്ത് കിടന്നുറങ്ങുക രാത്രി. ഈ ഉറങ്ങാൻ കിടന്ന കുട്ടിയെയാണ് രാവിലെ നീച്ചപ്പോൾ കാണാതായിട്ടുള്ളത്. ഈ കുട്ടി വാതിൽ തുറന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കിടന്നുറങ്ങുന്ന കുട്ടിയെ കൊണ്ടുപോയി. അന്ന് രാത്രി ഈ ഒരു മലയുടെ മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു കാടിന്റെ അടുത്ത്, വീടിന്റെ അടുത്ത് 200 മീറ്ററിന് അകലെയൊന്നുമില്ല, ഒരു കുറച്ചടുത്താണ്. വലിയൊരു കാടൊന്നുമല്ല, ചെറിയ കുറ്റിക്കാട്. ഓക്കെ, ഈ ഒരു സ്ഥലത്ത് വിജനമായ സ്ഥലമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് അമ്പലമുണ്ട്, തൊട്ടടുത്ത് ഫുട്ബോൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൻ്റെ ഉള്ളിലൂടെയാണ് ഇവർ നടന്നു പോയിട്ടുള്ളത്. ഈ കുട്ടിയെ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലേ കുറച്ച് കാര്യങ്ങൾ അറിയുള്ളൂ. ഇനി കുട്ടി ഇനി മറ്റേ വല്ല പ്രഗ്നൻ്റ് ആണോന്നോ അല്ലെങ്കിൽ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് വേണ്ടി വരും. ഈ ചോക്ലേറ്റിന്റെ പെട്ടി ഉണ്ടല്ലോ, കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അറിയാം 26 ദിവസമായിട്ട് കുട്ടി മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസുകാർ പ്രാഥമികമായിട്ട് റിപ്പോർട്ട് വെച്ചിട്ടുള്ളത്. അന്ന് കാണാതായ അന്നത്തെ വസ്ത്രം തന്നെയാണ് ഇട്ടിട്ടുള്ളത്. മൊബൈൽ ഫോൺ അങ്ങ് കയറി പിന്നെ സ്വിച്ച് ഓഫ് ആക്കി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ലാസ്റ്റ് കാണിച്ച ലൊക്കേഷൻ ഇന്ന സ്ഥലത്ത്. ഈ ഒരു ലൊക്കേഷനിൽ എത്തിയ ഈ ഒരു കാര്യം പോലീസുകാർ കണ്ടെത്തുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിക്കുന്നു. അതുകൂടാതെ തന്നെ ഈ നായയെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ തെരച്ചിൽ നടത്തിയിട്ട് കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. അതാണ് നമുക്ക് ദുരൂഹതയായിട്ട് തോന്നുന്നത്. ഇങ്ങനെ ഇത്ര ആളുകൾ 50 ആളാണ് ആദ്യ ഘട്ടങ്ങളിൽ ഇവർ പരിശോധനയ്ക്കായിട്ട് വന്നിട്ടുള്ളത്. ഈ 50 ആളുകൾ ചേർന്നിട്ട് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ ആളുകൾ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇപ്പൊ കണ്ടെത്തി. പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ചയും തിരച്ചിൽ നടന്നിട്ടുണ്ട്. 26 ദിവസത്തോളായി. അപ്പൊ അന്ന് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് കുട്ടിയും ഇയാളും സ്വമേധയാ ചെയ്തതാണോ, മറ്റുള്ള ആരെങ്കിലും ചെയ്തതാണോ, അല്ലെങ്കിൽ ഇയാൾ തന്നെ ഈ കുട്ടിയെ ഉപയോഗിച്ചതിന് ശേഷം തൂക്കി കൊന്നതിന് ശേഷം അയാൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ചാവാന്നുള്ളത്. അല്ലെങ്കിൽ ഇയാൾ ഈ ഒരു പ്രണയം കുട്ടിയോട് പറഞ്ഞിട്ട് അധികം നാളായിട്ടുണ്ടാവാനും സാധ്യതയില്ല. എന്തായാലും 50-ൽ കൂടുതൽ ഫോട്ടോസ് ഇവരൊപ്പം നിൽക്കുന്നത് വീട്ടുകാർക്ക് ബന്ധുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയിൽ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഇയാൾ നിരന്തരം ഈ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും വരുന്നതുമായ സമയങ്ങളിലുള്ള ബന്ധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. കുട്ടിയെ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ കൈക്കലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. എന്തായാലും ആ ന്യൂസിന്റെ ഒരു കുറച്ച് ഭാഗങ്ങളുണ്ട്, ഞാനത് വായിച്ചുതരാം. മകളെ കാണാതായപ്പോൾ ആദ്യം വിളിച്ചത് പ്രദീപിനെ. കാസർഗോഡ് 15-കാരിക്കൊപ്പം മരിച്ച അയൽവാസി അച്ഛന്റെ വിശ്വസ്തൻ. ഓക്കെ, പിതാവിന്റെ ചികിത്സാ ആവശ്യങ്ങൾക്കുൾപ്പെടെ ഓട്ടോ ഡ്രൈവറായ പ്രദീപാണ് എത്തിയിരുന്നത്. വീട്ടിലേക്ക് മറ്റ് ആവശ്യങ്ങൾക്കും പ്രദീപ് എത്തിയിരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. ആ വീട്ടിൽ ഒരു അംഗത്തെ പോലെയായിരുന്നു പ്രദീപ് എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പൊ നമ്മളെ അടുത്തുള്ള ആളുകളൊക്കെ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ചേർത്ത് വെക്കുക. നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അയാൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല തൻ്റെ മകളെ ഇയാൾ കൊണ്ടുപോകും, ഇങ്ങനെയാക്കും എന്നുള്ള കാര്യം അല്ലേ. രണ്ടുപേരെയും കാണാതായ ദിവസം ഒന്നായതുകൊണ്ട് തന്നെ ആളുകളിൽ സംശയമുണ്ടായി. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് പൈവളികയിൽ 15-കാരിയെയും അയൽവാസിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടൽ മാറാതെ പ്രദേശവാസികൾ. ഫെബ്രുവരി 12-ന് കാണാതായ പെൺകുട്ടിക്കായി 26ഓളം ദിവസം കുടുംബവും പ്രദേശവാസികളും തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇതിനിടെയാണ് വീട്ടിൽ നിന്ന് 200 മീറ്റർ അകലെ കുട്ടിയെയും അയൽവാസിയായ പ്രദീപിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പോലീസുകാരൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ അന്വേഷണം നടക്കുന്ന സമയത്ത്, തിരച്ചിൽ നടത്തുന്ന സമയത്ത് സ്മെല്ല് വന്നില്ല.
സ്മെല്ല് വരാത്തത് കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അപ്പൊ അവര് അപ്പൊ തന്നെ അവിടെ ഒരു കാര്യം ചിന്തിച്ചു വെച്ചിരിക്കുക, എന്ത്, മരിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. ഇവരെവിടെയെങ്കിലും പോയിട്ട് സുഖമായി ജീവിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ വേറെ. പക്ഷെ പോലീസുകാരനായ ഒരാൾ പറയാം, അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യമാണ് ഇങ്ങനെ, അതായത് മണമൊന്നും കിട്ടാത്തത് കൊണ്ട് ആ ഭാഗത്ത് അന്വേഷിക്കാൻ കഴിഞ്ഞില്ല എന്ന്. നായയെ കൊടുന്ന് മണപ്പിച്ചിട്ട് കണ്ടെത്തിയില്ല, ഡ്രോൺ പറപ്പിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാലോ വളരെ ആളുകളൊക്കെ പോകുന്നതും ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ടും അമ്പലത്തിന്റെ അടുത്ത്. ഓക്കെ, അത്ര അടുത്താണ് ഈ സംഭവം കിടക്കുന്നത് എന്നുള്ളതാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇത്. പിന്നെ ഈ ഒരു കേസ് അന്വേഷണം നിർത്തിയ പോലെയായിരുന്നു. അങ്ങനെയാണ് ഈ വീട്ടുകാർ ഹൈക്കോടതിയിൽ ഒരു ABS കോർപ്പസ് സമർപ്പിക്കുന്നതും പിന്നെ വീണ്ടും ഈ ഒരു രീതിയിൽ ന്യൂസ് ചാനലൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഇത് ഏറ്റെടുക്കുന്നത്. അതുവരെ ഒന്നോ രണ്ടോ പ്രാദേശിക ചാനൽ, അവരുടെ പ്രാദേശിക ചാനലിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, പ്രദീപ് പെൺകുട്ടിയുടെ പിതാവിന്റെ സുഹൃത്തായിരുന്നു എന്നാണ് റിപ്പോർട്ട്. പിതാവിന്റെ ചികിത്സാ ആവശ്യങ്ങൾക്കുൾപ്പെടെ ഓട്ടോ ഡ്രൈവറായ പ്രദീപാണ് എത്തിയിരുന്നത്. വീട്ടിലേക്ക് മറ്റ് ആവശ്യങ്ങൾക്കും പ്രദീപ് എത്തിയിരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. വിശ്വസ്തൻ, അടിപൊളി. അനുജത്തിക്കൊപ്പം രാത്രി ഉറങ്ങാൻ പോയ മകളെ പുലർച്ചെയോടെയാണ് കാണാനില്ലെന്ന് കുടുംബം മനസ്സിലാക്കിയത്. അന്വേഷണത്തിൽ വീടിന്റെ പിൻവാതിൽ തുറന്നാണ് കുട്ടി പുറത്തേക്ക് പോയതെന്ന് കണ്ടെത്തി. ഇതോടെ പിതാവ് ആദ്യം വിളിച്ചത് സുഹൃത്തും അയൽവാസിയുമായ പ്രദീപിനെയായിരുന്നു. പ്രദീപിനെ വിളിക്കുകയാണ്, എന്താ വെച്ചാൽ അന്വേഷിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. കൊള്ളാം. അയൽവാസിയുമായ പ്രദീപിനെയായിരുന്നു. എന്നാൽ പ്രദീപിനെ ഫോണിൽ ബന്ധപ്പെടാനായില്ല. ഇതോടെ കുടുംബം കുട്ടിക്കായുള്ള അന്വേഷണം ആരംഭിച്ചു. കുട്ടിയുടെ ഫോൺ ആദ്യം വിളിച്ചപ്പോൾ റിങ് ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫ് ആകുകയായിരുന്നു. പ്രദീപിന്റെ ഫോണും സമാന രീതിയിൽ സ്വിച്ച് ഓഫ് ആയി. ഇതോടെയാണ് പ്രദീപ് ആയിരിക്കാം കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതെന്ന സംശയം ഉയർന്നത്. ഒരു പക്ഷേ ഇവര് വിളിക്കുന്നത് പകലാണല്ലേ, ആ സമയത്ത് ഫോണ് റിങ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. കുട്ടി രാത്രിയാണ് ഇറങ്ങിപ്പോയത്. ഒരു പക്ഷേ ഈ കുട്ടിയെ ബലാത്കാരമായിട്ട് അത് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് കുട്ടി മരണപ്പെട്ടതാണെങ്കിലോ ഒരു സംശയമാണല്ലേ. കുട്ടിയെ കൈയും കാലൊക്കെ കാണിച്ചു കൊണ്ടുവന്നതാവും, രാത്രി തൊട്ടടുത്തല്ലേ, കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാന്ന് ധരിച്ചിട്ടുണ്ടാവും. ഇനി ആ കിറ്റ്കറ്റിന്റെ പാക്കറ്റിൽ എന്ത് കൊടുത്തു എന്ന് പറയാൻ കഴിയില്ല, അത് കൊടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും. ചിലപ്പോ ഇതൊക്കെ സംശയങ്ങളാണ്. ഒരു പക്ഷെ അങ്ങനെ മരണപ്പെട്ടപ്പോൾ കെട്ടിത്തൂക്കി പിന്നെ എല്ലാവരും അറിയും എന്നുള്ള ഭയത്തോടെ അയാളും ചെയ്തതാവാനൊരു സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും കത്തി കയ്യിൽ കരുതിയുകൊണ്ട് ഒരു ഡൗട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഇയാൾ എപ്പോഴും കത്തി കയ്യിൽ കരുതുന്ന ആളാണെന്ന് പറയാൻ കഴിയില്ല. ഇതൊക്കെ കമന്റ് ബോക്സിലെ സംശയങ്ങളാട്ടോ. ഈ ഒരു സംശയങ്ങൾ മാത്രമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ടവർ ലൊക്കേഷൻ കണ്ടെത്തിയത് വീടിന് സമീപമുള്ള കാട്ടിലായിരുന്നു. ഇതോടെ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നാട്ടുകാർ തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. 90 ഏക്കർ വിസ്തൃതിയുള്ള കാട്ടിൽ പ്രദേശവാസികൾ നടത്തിയ തിരച്ചിലിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. ഈ ലൊക്കേഷൻ കാണിച്ചത് കുട്ടിയെ കാണാതായ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ്. ആ പിറ്റേ ദിവസം പോലും പോലീസുകാർക്കോ പോലീസ് നായക്കോ ഡ്രോണിനെ ഒന്നും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ ദുരൂഹതയാണ്. 26 ദിവസമായി കുട്ടിയെ കാണാതായിട്ട്. 26 ദിവസത്തോളം പഴക്കം ഈ ബോഡിക്കുണ്ട് എന്ന് പോലീസുകാരും പറയുന്നു. ഓക്കെ, മൃതദേഹങ്ങൾക്ക് 1.5 ആഴ്ചത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. അഴുകിയ നിലയിലായിരുന്നു 2 മൃതദേഹങ്ങളും കണ്ടെത്തിയത്. എന്നിട്ട് സ്മെല്ലുണ്ടായില്ല എന്നാ പറയുന്നത്, എന്താ അറിയില്ല. മൃതദേഹത്തിന് സമീപം ഇരുവരുടെയും മൊബൈൽ ഫോണുകളും ഒരു കത്തിയും കിറ്റ്കറ്റ് കവറും കണ്ടെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ന്യൂസിൽ നിന്ന് വന്ന കുറച്ച് ഭാഗങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. കുട്ടിയെ കാണാതായ ഡേറ്റുമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ തീർക്കാനാണ്. 12-ാം തീയതി രാവിലെ 8 മണിയോടുകൂടി കുട്ടിയുടെ രക്ഷിതാക്കൾ ഈ കുമ്പള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. അതിനുശേഷം പോലീസ് കേസ് അന്വേഷിക്കുന്നു. പോലീസ് കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ഡോഗ് സ്ക്വാഡ് വന്ന ഈ പ്രദേശത്ത് അരിച്ചുപെറുക്കിയതാണ്. ഡ്രോൺ ഉപയോഗിച്ച് പോലീസ് പരിശോധന നടത്തിയതാണ്. ഏകദേശം ഒരു 90 ഏക്കറോളം കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഈ ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചും പോലീസ് പരിശോധന നടത്തിയതാണ്. 50 അംഗ പോലീസ് സംഘം ഈ പ്രദേശത്തെ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ഞായറാഴ്ച പോലീസും ജനങ്ങളും സംയുക്തമായി പരിശോധന നടത്തി. ആ ഘട്ടത്തിലൊക്കെ തന്നെ നമ്മളും ഈ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഈ കുട്ടിയെ ഇവിടെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഓക്കെ, കേട്ടില്ലേ? 12-ാം തീയതി കാണാതാവുന്നു. രാവിലെ 8 മണിക്ക് പോലീസിൽ പരാതിപ്പെടുന്നു. പോലീസുകാർ സൈബർ സെല്ലിനോട് സഹകരിച്ചുകൊണ്ട് ലൊക്കേഷൻ പരിശോധിച്ച് കുട്ടിയെ കണ്ടെത്താനും കഴിഞ്ഞില്ല. പിന്നീട് ഊർജിതമായിട്ടുള്ള അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തി. ഒരു കമന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ പെൺകുട്ടിയെ രാത്രി വിളിച്ചു കൊണ്ടുപോയി അവിടെ എത്തിയ സമയത്ത് മറ്റു ആരൊക്കെയോ ചേർന്ന് ഇവരെ ഇങ്ങനെ ചെയ്തതാണ് എന്നൊരു സംശയം കമന്റിൽ
ഭയങ്കര സംശയങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നിയത് വെച്ചാൽ മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ മുകളിൽ കുറച്ച് പാടുകളുണ്ട്. ഫോറൻസിക് വിട്ട് കഴിഞ്ഞാൽ അത് എപ്പോൾ ഉണ്ടായതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ കിറ്റ്കറ്റ് കവർ അതിലെന്തും ഉണ്ടായിരുന്നു എന്നുള്ള മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ കത്തി ഫോറൻസിക് പരിശോധനയിൽ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും പോലീസുകാർ തന്നെയാണ് കണ്ടെത്തേണ്ടത്. എന്തൊക്കെയായാലും എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഇത്രയും പ്രായമായിട്ടുള്ള ഒരാള്, അയാളുടെ വയസ്സിന്റെ ഇരട്ടിക്ക് താഴെയാണല്ലേ ഈ കുട്ടി, ആ കുട്ടിയെ മകളെ പോലെ കാണേണ്ട ഒരു നാറി അവൻ ചെയ്തത് എന്തായാലും വൃത്തികേട് തന്നെയാണ്. ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. പരീക്ഷ എഴുതാൻ നിൽക്കുന്ന കുട്ടിയെ, SSLC പരീക്ഷ എഴുതാൻ നിൽക്കുന്ന കുട്ടി അത്ര ചെറുപ്രായമാണ്. എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അന്വേഷണം ശക്തമാക്കുകയും കൃത്യമായിട്ട് അത് കണ്ടെത്തുകയും വേണം. നാളെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അറിയാം കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടിയെ ആദ്യം കൊന്നതിന് ശേഷമാണോ ഇവൻ തൂങ്ങിയത് എന്നുള്ള കാര്യമൊക്കെ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഫോറൻസിക് അവിടെ നിന്നും കണ്ടെത്തിയ എവിഡൻസ് വെച്ച് ഇനിയും മറ്റാരെങ്കിലുമൊക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. മൊബൈൽ ഫോൺ ഫോറൻസിക്കിന് വിട്ടുകൊടുത്തിട്ട് അതിൽ നിന്നും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കണം. ഒക്കെ പുറത്തു വരട്ടെ. നമ്മുടെ മക്കളെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. അയൽവാസികളാണെങ്കിലും സ്വന്തം കുടുംബത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും നമ്മളൊരു സംശയത്തിൻ്റെ ഒരു നിഴൽ എല്ലാ ഇടങ്ങളിലും വെക്കുക. അതിനർത്ഥം എല്ലാവരും ആ കുറ്റക്കാരാണ്, ക്രൂരന്മാരാണ് എന്ന ഭാവത്തോടു കൂടിയല്ലാതെ സൂക്ഷ്മമായിട്ട് എല്ലാ കാര്യങ്ങളും നിരീക്ഷണത്തോടു കൂടി തന്നെ നമ്മൾ കാര്യങ്ങൾ നടക്കുക. കാരണം സഹോദരിയെ പീഡിപ്പിക്കുന്ന സഹോദരൻ്റെ വാർത്തകൾ നമ്മൾ നിരന്തരം, ഇന്നലെയും കൂടെ ഞാൻ കേട്ടതാ, നിരന്തരം കേൾക്കുന്നതാ. അതാണ് ഉള്ളിലുള്ളവർ തന്നെ അപകടം പിടിച്ചവരാ. പിന്നെ പുറത്തുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ടോ?